നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വരയ്ക്കുന്ന പെയിന്റിംഗ് പഞ്ചമുഖ ഗണപതി. അതിന്റെ സ്കെച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണണം. ഗണേശൻ അഥവാ വിഘ്നേശ്വരൻ എന്നീ പേരുകളിലെല്ലാം ഗണപതി അറിയപ്പെടുന്നു. കുട്ടികളെ എഴുത്തിനിരുത്തുമ്പോൾ നാവിലും കൈകൊണ്ടും എഴുതുന്ന ആദ്യാക്ഷരം ഗണപതി സ്തുതിയാണ്. ഓം ഹരിശ്രീ ഗണപതയേ നമ. ഏറ്റവും ലളിതമായ രീതിയിൽ എപ്പോഴും എവിടെയും വെച്ച് ആരാധിക്കാവുന്ന ദൈവമാണ് ഗണപതി. സാധാരണയായി ഗണപതിക്ക് ഏകമുഖമാണ് കാണുന്നത്. എന്നാൽ അപൂർവം ക്ഷേത്രങ്ങളിൽ 5 മുഖങ്ങളോടുകൂടി ഗണപതി പഞ്ചമുഖ ഗണപതി എന്ന ദിവ്യനാമത്തിൽ അറിയപ്പെടുന്നു. 10 കൈകളിൽ അഭയം, വരദം, പാശം, ദന്തം അഥവാ കൊമ്പ്, അക്ഷമാല, ഹാരം, പരശ്, ചമ്മട്ടി, മോദകം, പഴം എന്നിവയേന്തി സിംഹവാഹനത്തിൽ ആസനസ്ഥനായിരിക്കുന്നതായിട്ടാണ് പഞ്ചമുഖ ഗണപതിയുടെ രൂപം. ഗണപതി ഉണ്ടായ കഥ മത്സ്യപുരാണത്തിൽ പറയുന്നതാണ് ഇനി പറയുന്നത്. കൈലാസത്തിൽ ശിവൻ തന്റെ ഗാഢമായ സമാധിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സമാധി ചിലപ്പോൾ വർഷങ്ങളോളം അല്ലെങ്കിൽ യുഗങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു. ഈ സമയത്ത് കൈലാസത്തിലെ അന്തരീക്ഷം അങ്ങേയറ്റം ശാന്തവും നിർമ്മലവും ആത്മീയ ഊർജം നിറഞ്ഞതുമായിരിക്കും. അങ്ങനെയുള്ള ഒരു ദിവസം പാർവതി ദേവി കുളിക്കാനായി പോയി. അവർ തന്റെ സ്വകാര്യ സ്നാനഗൃഹത്തിലേക്ക് പോകുമ്പോൾ തന്റെ ഏറ്റവും വിശ്വസ്തനും പ്രിയപ്പെട്ടവനുമായ നന്ദിയോട് കാവൽ നിൽക്കാനായി ആവശ്യപ്പെട്ടു. ഞാൻ കുളി കഴിയുന്നതുവരെ ആരെയും ഒരു സാഹചര്യത്തിലും അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് വ്യക്തമായി നന്ദിയോട് ആജ്ഞാപിച്ചു. അവർ അന്തഃപുരത്തിലേക്ക് പോയി. ഈ സമയം ഭഗവാൻ ശിവൻ തന്റെ ദീർഘമായ സമാധിയിൽ നിന്നും ഉണർന്നു. ദേവിയെ കാണാനായി അദ്ദേഹം അന്തഃപുരത്തിലെത്തി. ഭഗവാനെ കണ്ട നന്ദി ആകെ ധർമ്മസങ്കടത്തിലായി. ഒരു വശത്ത് ദേവിയുടെ കഠിനമായ ആജ്ഞ, മറുവശത്ത് തനിക്ക് തടയാനാവാതെ നിൽക്കുന്ന സ്വാമി. ഒടുവിൽ സ്വാമിയോടുള്ള ഭക്തിക്ക് മുമ്പിൽ അദ്ദേഹത്തിന് പാർവതി ദേവിയുടെ ആജ്ഞ പാലിക്കാൻ കഴിഞ്ഞില്ല. നന്ദി ഭഗവാൻ ശിവന് വഴി നൽകി. ഭഗവാൻ കുളിക്കുകയായിരുന്ന പാർവതി ദേവിക്ക് സമീപത്തെത്തി. പെട്ടെന്ന് ഭഗവാനെ കണ്ട പാർവതി ദേവിക്ക് അതിയായ ലജ്ജയും അസ്വസ്ഥതയും തോന്നി. തന്റെ ആജ്ഞ ലംഘിക്കപ്പെട്ടതിലും തന്റെ സ്വകാര്യതയ്ക്ക് തടസ്സം നേരിട്ടതിലും അവർക്ക് കടുത്ത ദുഃഖം തോന്നി. കുളി കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ അവരുടെ മനസ്സിൽ ആഴത്തിലുള്ളതും ഉറച്ചതുമായ ഒരു ചിന്ത ഉടലെടുത്തു. നന്ദിയും മറ്റു ഭൂതഗണങ്ങളും എന്റെ ഭർത്താവിനോട് സമർപ്പിതരാണ്. അവർ എന്റെ ആജ്ഞ തീർച്ചയായും അനുസരിക്കും. പക്ഷേ എന്റെയും സ്വാമിയുടെയും ആജ്ഞകൾക്കിടയിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ അവർ സ്വാഭാവികമായും സ്വാമിയുടെ പക്ഷം ചേരും. അതിനാൽ എനിക്ക് മാത്രമായി എന്റെ ആജ്ഞയോട് കൂറുള്ള ഒരു സേവകൻ വേണം. സാക്ഷാൽ മഹാദേവൻ വന്നാൽ പോലും പിന്തിരിയാത്ത ഒരാൾ. ഈ ചിന്തയിൽ നിന്നും പാർവതി ദേവി അഭൂതപൂർവവും ദിവ്യവുമായ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അവർ തന്റെ ദിവ്യ ശരീരത്തിൽ പുരട്ടിയിരുന്ന മഞ്ഞളും ചന്ദനവും മറ്റു ദ്രവ്യങ്ങളും ചേർന്ന ഒരു ലേപനം തന്റെ കൈകളാൽ കുഴച്ച് തന്റെ മുഴുവൻ വാത്സല്യവും ശക്തിയും ആഗ്രഹവും കേന്ദ്രീകരിച്ച് മനോഹരമായി ജീവൻ തുടിക്കുന്ന ഒരു ബാലന്റെ രൂപം നിർമ്മിച്ചു. രൂപം തയ്യാറായപ്പോൾ പാർവതി ദേവി കണ്ണുകൾ അടച്ച് തന്റെ യോഗമായയുടെ മുഴുവൻ ശക്തിയെയും ആവാഹിച്ച് ആ രൂപത്തിന് പ്രാണൻ നൽകി. ആ ബാലൻ അസാധാരണമാം വിധം തേജസ്വിയും ബലവാനുമായിരുന്നു. അവനെ കണ്ടപ്പോൾ ദേവിയുടെ ഹൃദയം വാത്സല്യം കൊണ്ട് നിറഞ്ഞു. നീ എന്റെ പുത്രനാണെന്നും ഇന്നു മുതൽ എന്റെ ആജ്ഞ മാത്രമേ നീ അനുസരിക്കാവൂ എന്നും ദേവി ബാലനോട് പറഞ്ഞു. എന്നിട്ട് ദേവി ഒരു ദണ്ഡ് നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അതിനുശേഷം അവർ ബാലനോട് പറഞ്ഞു, പുത്ര, ഞാൻ ഇപ്പോൾ കുളിക്കുന്നതിനായി പോവുകയാണ്. എന്റെ അനുവാദം കൂടാതെ ആരെയും നീ അകത്തേക്ക് പ്രവേശിപ്പിക്കരുത്.
ബാലൻ അമ്മയുടെ ആജ്ഞ പാലിക്കാൻ വാതിൽക്കൽ തന്നെ നിലയുറപ്പിച്ചു. കുറച്ചു സമയത്തിന് ശേഷം പുറത്തു പോയ ഭഗവാൻ ശിവൻ തിരിച്ചെത്തി. അദ്ദേഹം വാതിലിനടുത്തെത്തിയതും ആ ധീരനായ ബാലൻ അദ്ദേഹത്തെ തടഞ്ഞു. നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല, ഇത് എന്റെ അമ്മയുടെ ആജ്ഞയാണ്. ഭഗവാൻ ശിവൻ ആ ബാലനെ കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം അവനെ മുമ്പൊരിക്കലും കണ്ടിരുന്നില്ല. അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു, പുത്ര, ഞാൻ ശിവനാണ്. ഇത് എന്റെ വീടാണ്. പാർവതി എന്റെ ഭാര്യയാണ്. അതിനാൽ ഞാൻ അകത്തേക്ക് പോകുന്നതിൽ നിന്നും എന്നെ തടയരുത്. എന്നാൽ ബാലൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. അവന് തന്റെ അമ്മയുടെ ആജ്ഞ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അവൻ പറഞ്ഞു, നിങ്ങൾ ആരായാലും എന്റെ അമ്മയുടെ ആജ്ഞയില്ലാതെ ഞാൻ ആരെയും അകത്തേക്ക് വിടില്ല. അത് കേട്ടപ്പോൾ ഭഗവാന് അല്പം ദേഷ്യം വന്നു. അദ്ദേഹം തന്റെ ഗണങ്ങളോട് ഈ ബാലനെ വഴിയിൽ നിന്നും മാറ്റാൻ ആവശ്യപ്പെട്ടു. ഭഗവാന്റെ ഗണങ്ങൾ ആ ബാലനെ സാധാരണ കുട്ടിയായി കരുതി മാറ്റാൻ വന്നു. ബാലൻ തന്റെ ശക്തിയാൽ ആ ഭൂതഗണങ്ങളെ മുഴുവൻ പരാജയപ്പെട്ടു. കൈലാസപർവ്വതത്തിൽ ഒരു ബഹളം തന്നെ ഉണ്ടായി. ഇതറിഞ്ഞ് ബ്രഹ്മാവും മഹാവിഷ്ണുവും ദേവന്മാരുമെല്ലാം അവിടെ എത്തി. എല്ലാവരും ബാലനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ തന്റെ അമ്മയുടെ ആജ്ഞയിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോഴേക്കും ശിവന്റെ ക്ഷമ നശിച്ചിരുന്നു. അദ്ദേഹം അപമാന ഭാരത്താൽ ബാലനെ യുദ്ധത്തിന് വിളിച്ചു. ഭഗവാനും ബാലനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ബാലൻ തന്റെ ദൈവിക ശക്തിയാൽ ഭഗവാന്റെ ഓരോ പ്രഹരത്തിനും മറുപടി നൽകിക്കൊണ്ടിരുന്നു. അവസാനം ശിവൻ തന്റെ ത്രിശൂലം പ്രയോഗിച്ചു. ത്രിശൂലത്തിന്റെ ദിവ്യശക്തിക്ക് മുമ്പിൽ ആ ബാലന് പിടിച്ചു നിൽക്കാനായില്ല. ഒറ്റ നിമിഷം കൊണ്ട് ഭഗവാൻ ആ ബാലന്റെ തല അറുത്തുമാറ്റി. അകത്ത് കുളിക്കുകയായിരുന്ന പാർവതി ദേവി പുറത്തെ കോലാഹലങ്ങൾ കേട്ടു വന്നപ്പോൾ കണ്ടത് തന്റെ പുത്രന്റെ ജീവനറ്റ ശരീരമായിരുന്നു. അത് കണ്ട ദേവിക്ക് തന്റെ ക്രോധം അടക്കാനായില്ല. അവർ മഹാകാളിയുടെ രൂപം കൈകൊണ്ട് പറഞ്ഞു, എന്റെ പുത്രൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനി ഈ പ്രപഞ്ചത്തിൽ ജീവന് നിലനിൽപ്പില്ല. ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കും. അത് കേട്ട് ദേവഗണങ്ങൾ മുഴുവൻ ഭയന്നു വിറച്ചു. എല്ലാവരും ചേർന്ന് ശിവനോട് കോപം ശമിപ്പിക്കാൻ അപേക്ഷിച്ചു. അത് കേട്ട ഭഗവാൻ ശിവനും തന്റെ തെറ്റിൽ പശ്ചാത്താപം തോന്നി. താൻ അറിയാതെ പാർവതിയുടെ പ്രിയപ്പെട്ട പുത്രനെ വധിച്ചു എന്ന് മനസ്സിലാക്കി. ഭഗവാൻ പാർവതിയുടെ സമീപം ചെന്ന് അവരെ ശാന്തയാക്കാൻ ശ്രമിച്ചു. ദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് എന്റെ പുത്രനെ തിരികെ വേണം. എന്റെ പുത്രൻ ജീവിച്ചില്ലെങ്കിൽ ഞാൻ ആരെയും ജീവനോടെ വിടില്ല. അത് കേട്ട ഭഗവാൻ അവരുടെ പുത്രനെ പുനർജീവിപ്പിക്കാമെന്ന് അവർക്ക് വാക്കു നൽകി. അദ്ദേഹം ഉടൻ തന്റെ ഗണങ്ങളോട് ആജ്ഞാപിച്ചു, നിങ്ങളെല്ലാവരും വടക്ക് ദിക്ക് ലക്ഷ്യമാക്കി പോവുക. വഴിയിൽ വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ഏത് ജീവിയെയാണോ നിങ്ങൾ ആദ്യം കാണുന്നത്, അതിന്റെ തലയറുത്ത് ഇവിടെ കൊണ്ടുവരിക. കുറെ അലഞ്ഞതിനു ശേഷം ഗണങ്ങൾക്ക് ഒരു പിടിയാനയെയും അതിന്റെ കുഞ്ഞിനെയും കാണാൻ സാധിച്ചു. ആ കുഞ്ഞാന വടക്കോട്ട് തലവെച്ചായിരുന്നു കിടന്നിരുന്നത്. അവർ ആ ആനക്കുട്ടിയുടെ തലയറുത്ത് കൈലാസത്തിലേക്ക് മടങ്ങി. ഭഗവാൻ ശിവൻ ആ ആനയുടെ തല ബാലന്റെ ശരീരത്തിൽ വെക്കുകയും ഭഗവാന്റെ ദിവ്യശക്തിയാൽ ആ ബാലന് പ്രാണൻ ലഭിക്കുകയും ചെയ്തു. ആനയുടെ തലയും മനുഷ്യന്റെ ശരീരവുമുള്ള ആ ബാലൻ ഗജാനനൻ എന്നറിയപ്പെട്ടു. ദേവിക്ക് സന്തോഷമായി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ചിത്രകല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മടിക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു.